ഹോർമൂസിൽ വെടിയൊച്ച നിലയ്ക്കുന്നില്ല. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും വെടിവയ്പുണ്ടായിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ നിർദ്ദേശം സമർപ്പിക്കും വരെ വെടിനിർത്തൽ നീട്ടിയതായി ട്രംപ് പ്രഖ്യാപിച്ചിട്ടും താൽക്കാലിക പരിഹാരം ആയിട്ടില്ല. ഇറാനുമായുള്ള യുദ്ധം US സൈന്യത്തിന്റെ ആയുധ ശേഖരത്തെ വലിയ തോതിൽ ദുർബലപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും വെടിവയ്പുണ്ടായിരിക്കുന്നു. ഒമാൻ തീരത്ത് നിന്ന് 15 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്ക് പ്രദേശത്ത് വെച്ചാണ് കണ്ടെയ്നർ കപ്പലിന് നേരെ IRGC ഗൺബോട്ട് വെടിയുതിർത്തത്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ കപ്പലിന് സാരമായ കേടുപാടുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ സംഭവത്തിൽ ജീവനക്കാരുൾപ്പെടെ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. വെടിനിർത്തൽ പുരോഗമിക്കെ കഴിഞ്ഞ ദിവസവും ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തിരുന്നു. ഇതിനു പിന്നാലെ ഞായറാഴ്ച ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതും മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട്. പാക് മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ മുടങ്ങിയിരിക്കെ ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടി ട്രംപ്. ഇറാൻ തങ്ങളുടെ നിർദ്ദേശം സമർപ്പിക്കും വരെ വെടിനിർത്തൽ നീട്ടിയതായാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ USന്റെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണോ എന്ന ആശങ്കകൾക്കിടെയാണ് ട്രംപ് വെടിനിർത്തൽ കാലയളവ് നീട്ടിയത്. പാക് മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ അവസാനിച്ചതായി ട്രംപ് പറഞ്ഞു. നാവിക ഉപരോധം വഴി നിത്യം $500 മില്യൺ ഇറാന് നഷ്ടം സംഭവിക്കുന്നുവെന്നും ട്രംപ് അറിയിച്ചു. ഹോർമൂസിൽ നാവിക ഉപരോധം നിർത്തില്ല. നിത്യം $500 മില്യൺ നഷ്ടമായതിനാൽ ഇറാനെ കരാറിന് പ്രേരിപ്പിക്കാൻ ഉപരോധം ഉപകരിക്കും. US ഉപരോധത്തിന്മേലുള്ള ഹോർമൂസ് അടച്ചിടുന്നതിനായി ഇറാൻ പ്രഖ്യാപിച്ചത് മുഖം രക്ഷിക്കൽ തന്ത്രമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ യുദ്ധം US സൈന്യത്തിന്റെ ആയുധ ശേഖരത്തെ വലിയ തോതിൽ ദുർബലപ്പെടുത്തിയതായി റിപ്പോർട്ട്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ മാധ്യമം ദ ഹില്ലാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പഠനത്തെ ഉദ്ധരിച്ച് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. 7 ആഴ്ച നീണ്ട ആക്രമണത്തിൽ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ശേഖരത്തിന്റെ പകുതിയോളം തീർന്നതായും മറ്റ് 6 പ്രധാന മിസൈൽ വിഭാഗങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചൊവ്വാഴ്ച CSIS പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അമേരിക്കൻ ആയുധ ശേഖരത്തിൽ വന്നിട്ടുള്ള ഇടിവ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം മൂലം അടഞ്ഞ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിത യാത്ര വാഗ്ദാനം ചെയ്ത് കപ്പൽ കമ്പനികളിൽ നിന്ന് പണം തട്ടി. ക്രിപ്റ്റോ കറൻസി നൽകിയാൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാമെന്ന വാഗ്ദാനത്തിൽ വീണ ഒട്ടേറെ കമ്പനികളുടെ കപ്പലുകൾ ഹോർമൂസ് ഭാഗത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഗ്രീക്ക് മാരിടൈം റിസ്ക് മാനേജ്മെന്റ് സ്ഥാപനമായ മാരിസ്കസ് അറിയിച്ചു. ഇറാൻ അധികൃതരെന്ന പേരിൽ ചുങ്കം ആവശ്യപ്പെട്ടാണ് ഷിപ്പിംഗ് കമ്പനികൾക്ക് സന്ദേശം എത്തിയത്. ക്രിപ്റ്റോ കറൻസിയായാണ് പണം കൈമാറേണ്ടത്. എന്നാൽ ഇതിന് ഇറാൻ അധികൃതരുമായി ബന്ധമില്ലെന്നും മാരിസ്കസ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണത്തിനൊപ്പം USന്റെ നാവിക ഉപരോധവും നിലവിലുണ്ട്. 100 കണക്കിന് കപ്പലുകളാണ് മേഖലയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായി ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രധാന ചർച്ചാ വിഷയമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിന് സ്വീകരിക്കേണ്ട സംയുക്ത നീക്കങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. വിവിധ മേഖലകളിൽ പരസ്പര പിന്തുണ വർദ്ധിപ്പിക്കാനും പ്രാദേശിക വിഷയങ്ങളിൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി. സൗദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ തുടങ്ങിയവരും സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷൈബാനിയും ചർച്ചയിൽ പങ്കെടുത്തു. ഡിജിറ്റൽ പേയ്മെന്റുകൾക്കായി ഏകീകൃത മാൻഡേറ്റ് ചട്ടക്കൂട് അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഉപയോക്താക്കൾക്ക് അഡീഷണൽ ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഉപയോഗിച്ച് ഒരു തവണ മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യാം. ഒരിക്കൽ ഇത് അംഗീകരിക്കപ്പെട്ടാൽ 15,000 രൂപ വരെയുള്ള ആവർത്തിച്ചുള്ള പേയ്മെന്റുകൾ OTP ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായി നടക്കും. അതായത് ഇനി മുതൽ ഓരോ തവണയും OTP ആവശ്യമില്ല. എന്നാൽ ഈ പരിധിക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകൾ തുടരുമെന്ന് RBI വ്യക്തമാക്കി. മുൻപത്തെ എല്ലാ സർക്കുലറുകൾക്കും പകരമായിട്ടാണ് ഈ പുതിയ ചട്ടക്കൂട്.
ഇത് വിവിധ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഉടനീളം ആവർത്തിച്ചിട്ടുള്ള ഇടപാടുകൾക്കായി ഏകീകൃത രൂപം നൽകുന്നു. സബ്സ്ക്രിപ്ഷനുകൾ, യൂട്ടിലിറ്റി ബില്ലുകൾ, EMI-കൾ എന്നിവ പോലുള്ള ഓട്ടോ ഡെബിറ്റ് പേയ്മെന്റുകൾ ഇത് ലളിതമാക്കുന്നു. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിൽ രാസപരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. പരീക്ഷണാടിസ്ഥാനത്തിൽ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കൂടുതൽ ജൈവ കണങ്ങൾ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ പറഞ്ഞു. 2020 ചൊവ്വയിലെ ഒരു പാറയിൽ നിന്നും തുരന്നെടുത്ത സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ സുപ്രധാന കണ്ടെത്തൽ. ചൊവ്വയിൽ നിന്ന് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വൈവിധ്യമാർന്ന ജൈവ തന്മാത്രകളുടെ ശേഖരമാണിത്. കണ്ടെത്തിയ 21 കാർബൺ അടങ്ങിയ തന്മാത്രകളിൽ 7 എണ്ണം ചൊവ്വയിൽ ആദ്യമായാണ് കണ്ടെത്തുന്നത്. ഇംഗ്ലീഷ് ഫോസിൽ ഗവേഷകനായ മേരി ആനിങ്ങിന്റെ സ്മരണാർത്ഥം മേരി ആനിങ് 3 എന്ന് പേരിട്ടിരിക്കുന്ന സാമ്പിളുകളാണ് ഇവ കണ്ടെത്തിയത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തടാകങ്ങളും അരുവികളും ഉണ്ടായിരുന്ന മൗണ്ട് ഷാർപ്പിലെ കളിമൺ നിറഞ്ഞ പ്രദേശത്ത് നിന്നാണ് ഈ സാമ്പിൾ ശേഖരിച്ചതെന്ന് നാസ പറഞ്ഞു. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടിയതിന്റെ പിന്നാലെ ട്രെയിനിലെ മലയാളം ബോർഡുകളും അമൃത എക്സ്പ്രസ് എന്ന പേരും അപ്രത്യക്ഷമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരത്തെത്തുന്ന ട്രെയിനിന്റെ കോച്ചുകൾ ഉപയോഗിച്ചാണ് രാമേശ്വരം, ചെന്നൈ, താമ്പരം ട്രെയിൻ ഓടിക്കുന്നത്. ചെന്നൈയിലെ മെക്കാനിക്കൽ വിഭാഗമാണ് മലയാളം ഒഴിവാക്കി പുതിയ ബോർഡുകൾ വെച്ചത്. താമ്പരം, രാമേശ്വരം, തിരുവനന്തപുരം എന്ന് തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള ബോർഡുകളാണ് ഇപ്പോൾ ട്രെയിനിലുള്ളത്. മലയാളം ബോർഡ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് തിരുവനന്തപുരം ഡിവിഷൻ ഈ വിഷയം ചെന്നൈ ആസ്ഥാനത്ത് അറിയിച്ചെങ്കിലും ദക്ഷിണ റെയിൽവേ മെക്കാനിക്കൽ വിഭാഗം ഇതുവരെ ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. കേരളത്തിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്ന് മലയാളത്തെ പുറത്താക്കിയിട്ട് 7 മാസമായി. ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ 234 നിയമസഭാ സീറ്റിലും പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിലെ 152 മണ്ഡലങ്ങളിലും വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും. DMK നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ പുരോഗമന സഖ്യവും BJP സഖ്യവും നടൻ വിജയുടെ TVKയും തമ്മിൽ പ്രധാന പോരാട്ടം നടക്കുന്ന തമിഴ്നാട്ടിൽ 5.67 കോടി വോട്ടർമാർ ജനവിധി കുറിക്കും. കൊട്ടിക്കലാശ ദിവസം മുഖ്യമന്ത്രി സ്റ്റാലിൻ കൊളത്തൂരിലും ഉപമുഖ്യമന്ത്രി ഉദയനിധി ചെപ്പോക്ക് തിരുവള്ളിക്കേണിയിലും പ്രചാരണം നടത്തി. കന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നടൻ വിജയും ചെന്നൈ നഗരത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു. പശ്ചിമ ബംഗാളിൽ 16 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. ആകെ 1478 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ യൂണിറ്റിന് 10 രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ അനുവദിക്കണമെന്ന KSEBയുടെ ആവശ്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് ഹിയറിംഗ് നടത്തും. ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള കാലയളവിൽ 250 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങാനാണ് ഇപ്പോൾ അനുമതി തേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉൽപാദനവും പുറത്തുനിന്നുള്ള കരാറുകൾ വഴിയുള്ള വൈദ്യുതിയും തികയാതെ വരുമ്പോൾ അടിയന്തര ആവശ്യങ്ങൾക്കായി പവർ എക്സ്ചേഞ്ചിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത്. മുൻവർഷങ്ങളിൽ വേനൽ കടുത്ത സമയത്ത് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് യൂണിറ്റിന് 10 രൂപ വരെ നൽകി KSEB വൈദ്യുതി വാങ്ങിയിരുന്നു. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായതിനെ തുടർന്ന് റെഗുലേറ്ററി കമ്മീഷൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ശരാശരി 7.35 രൂപ വരെയുള്ള വൈദ്യുതി വാങ്ങാൻ മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത്. അമിതമായ ചൂട് കാരണം മെയ് 15 വരെ ഉപഭോഗത്തിലെ വർധന തുടരുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. മെട്രോ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമിലെ മഞ്ഞവര ചവിട്ടിയാൽ ഇനി വിസിലിനു പകരം അലാം മുഴങ്ങും. പ്ലാറ്റ്ഫോമിലെ മഞ്ഞവര കടക്കാൻ പാടില്ലെന്നാണ് നിയമം. ട്രെയിനിൽ കയറാനോ ഇറങ്ങാനോ വേണ്ടി മാത്രമേ മഞ്ഞവര കടക്കാൻ പാടുള്ളൂ. അല്ലാതെ കടന്നാൽ വിസിലൂതി സെക്യൂരിറ്റി ഗാർഡ് അടുത്തേക്ക് വരും. ഈ രീതി പരിഷ്കരിക്കാൻ KMRL സ്വന്തമായി സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം യെല്ലോ ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷൻ ആൻഡ് വാർണിംഗ് സിസ്റ്റമാണ് പുതിയ സംവിധാനത്തിന്റെ പേര്. പ്ലാറ്റ്ഫോമിന്റെ 2 അറ്റങ്ങളിലും ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ 2 ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മഞ്ഞവരയ്ക്ക് സമാന്തരമായി ഇൻഫ്രാറെഡ് രശ്മികളുണ്ട്. ഇത് തടസ്സപ്പെട്ടാൽ ഉടൻ സൈറൺ മുഴങ്ങും. ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് ഇൻഫ്രാറെഡ് രശ്മികൾ തടസ്സപ്പെടുന്നത്. ഏറ്റവും തിരക്കുള്ള ഇടപ്പള്ളി സ്റ്റേഷനിൽ ഇത് സ്ഥാപിച്ച് 2 വർഷമായി അവിടെ വിജയമെന്ന് കണ്ടതിനാൽ കലൂർ സ്റ്റേഡിയം സ്റ്റേഷനിലും ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. 10 സ്റ്റേഷനുകളിൽ കൂടി നടപ്പാക്കാൻ ആലോചനയുണ്ട്. പുതിയ സംവിധാനം നടപ്പാക്കിയാലും സെക്യൂരിറ്റി ഗാർഡുകളുടെ നിരീക്ഷണം തുടരും. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി വിഷ്ണു ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.